ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേയായി വീഡിയോ ഇട്ടിട്ട് അറിയാം, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ പള്ളിയിൽ പോകുന്നതാണ് ഗൈസ്, കുമ്പസരിക്കാൻ. അപ്പം ഞാനുണ്ട്, അനഘയുണ്ട്, നീനുണ്ട്. എപ്പോഴും നമ്മൾ മൂന്നാൾ തന്നെ. പിന്നെ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ബസ് കയറാൻ വേണ്ടി പോകുന്നതാണ്. നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണുപ്പ്. എൻ്റെ ജാക്കറ്റ് ഇല്ലേ, ഇത്രയും വരെ ഉണ്ട് ഗൈസ്, കണ്ടോ? അപ്പം നമ്മൾ ബാക്കി വയ്യനെ കാണും. അപ്പോൾ ഗായ്സ്, നമ്മൾ ബസ് ഇറങ്ങി. നമ്മൾ ശരിക്കും ഇത് പള്ളിയല്ലല്ലേ? പള്ളി തന്നെയാണ്. ആ, അതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നതാണ് മലയാളികളെ പ്രാർത്ഥനയാണ്. അപ്പോൾ കുർബാന. അപ്പോൾ നമ്മൾ കുർബാനിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ റോഡ് കടക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. പച്ച കത്തണം, ഇവിടെ മൊത്തം പച്ചയും ചുവപ്പിലാണ് ഗൈസ് കളി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കൂത്തുപറമ്പ് പോലെയെല്ലാം നമുക്ക് തോന്നും, പക്ഷെ ആക്ച്വലി ഇത് കൂത്തുപറമ്പല്ല. കണ്ടു, കൂത്തുപറമ്പ് ഇതില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് ഇടം വരെ. അപ്പോൾ ഞാൻ അന്നപ്പേ പറഞ്ഞതാണ്. ഓ അങ്ങനെ. ആ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ പ്രത്യേകിച്ചും എന്താ ഞാൻ വീഡിയോ ഇടാത്തതെന്ന് അറിയാം. ഞാൻ വീഡിയോ ഇടാത്ത എനിക്ക് സമയമില്ല. ഞാൻ രാവിലെ ക്ലാസ്സിന് പോകും. 8:30 ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങി 3:45 വരെ ക്ലാസ്സാണ്. ക്ലാസ് കഴിഞ്ഞ് നേരെ ജിമ്മിൽ പോകും. ജിമ്മും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് മടുക്കും. പക്ഷെ അതൊന്നും കൂടി എടുക്കാൻ ആദ്യം പറഞ്ഞ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പള്ളി പോലത്തെ സ്ഥലം. പള്ളി തന്നെ, ചാപ്പേല. അപ്പോൾ ഗൈസ്, ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവം. കുറച്ച് മലയാളികളും കൂടിയിട്ട് നടത്തുന്നതാണ് ഇവിടെ. ചാപ്പേലല്ലേ? കപ്പേല. എന്തോ സാറേ. അപ്പോൾ അതാണ് ഗൈസ്. നീ മൂത്രമൊഴിക്കാൻ വന്നെയാ? അപ്പോൾ ഇതാണ് ഈ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ നമ്മളപ്പുറമുള്ള ആരെല്ലോ പഠിക്കുന്നുണ്ടല്ലേ? ആ, അപ്പോൾ നമ്മൾ ഇനി എത്ര മണിക്കാണ് തുടങ്ങുക? 3 മണി, 3:30 തുടങ്ങും. ഇവിടെ നിങ്ങൾക്കറിയില്ല. അപ്പോൾ നമുക്കിനി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അപ്പം ഗായ്സ്, നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ പുതിയൊരു ഫോൺ എടുത്ത് ഗായ്സ്, നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ശരിക്കും സമയം 3 മണിയായിട്ടേ ഉള്ളൂ ഗൈസ്. അതാകുമ്പോ അത്രയല്ലേ പൈസ ചെലവാകും. ഗൈസ്, ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടാ വിചാരിക്കും രാത്രിയായിരുന്നു, പക്ഷെ ഇവിടെ 3:30 ആയിട്ടേ ഉള്ളൂ ഗൈസ്. 3:30 3:30 വൈകിട്ടത്തെ 3:30 3:30 തന്നെയാ? 5:30 സോറി ഗൈസ്, 5:30 കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി അടുത്തതായി ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണുള്ളത്. ഞാനുണ്ട്, നീനയുണ്ട്, അനഘയുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നും. അപ്പോൾ ഗൈസ്, തൽക്കാലം അത്രയേ ഉള്ളൂ. ബൈ. എന്നോട് ഗൈസ്, അപ്പോൾ എന്നോട് എല്ലാവരും പറയലുണ്ട് ഗായ്സ് വിളി കുറക്കണമെന്ന്. പക്ഷേ ഞാൻ കുറക്കുന്നൊന്നുമില്ല കേട്ടോ. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. നിങ്ങൾക്കത് ഇങ്ങനെ എടുക്കലാണ്. ഞാൻ അങ്ങനത്തെ ഒന്നല്ലേ. ഇവിടെ എൻ്റെ റൂമിലാന്നേ ഉള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഉണ്ടാണ്. അങ്കിൾ ബണ്ണിലെ മോഹൻലാലാന്ന് ഗൈസ്. ഇത് അങ്കിൾ ബണ്ണിലെ മോഹൻലാലിൻ്റെ മോൾ അല്ലേ? അതിന് വേണ്ടിയിട്ടാട്ടോ അയച്ചത്, അതുകൊണ്ടല്ല എന്ന് പറയുന്നത്.
ജോയ്സേ മതി. ജോയ്സ ആക്ച്വലി അവിടെ പള്ളി കോളൊന്നുമില്ല. രണ്ട് കോൾ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത് ഒരു ബോറിംഗ് ബ്ലോഗാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ക്യൂട്ടായതുകൊണ്ട് ഞാൻ ഇടും കേട്ടോ. അങ്ങനെ താളം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ എന്നോട്. ബൈ.